നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്ന് പ്രവചിച്ചു നോക്കാം കേട്ടോ. ആദ്യം ഇന്നലത്തെ പറയാം. ഇന്നലെ ഭഗവാനെ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നേ. വെണ്ണ ഉണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ആനപ്പുറത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആനയുമായിട്ടുള്ള അലങ്കാരമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആനയായിട്ടൊന്നല്ല ഇന്നലെ ഭഗവാൻ വന്നത്. വെണ്ണ കഴിച്ചിട്ടേ കൊതി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുന്നത്തെ ദിവസവും ഇതേ അലങ്കാരം തന്നെയായിരുന്നല്ലോ. അപ്പോൾ പിന്നെയും വെണ്ണ ഉണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെയും ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ദിലീപ് കുമാർ എന്ന് പറഞ്ഞ ഭക്തനാണ് കേട്ടോ. ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലുണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം. ഇന്ന് ഏപ്രിൽ 10-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പനെ ഏത് രൂപത്തിലായിരിക്കും ഏത് ഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നാരായണീയത്തിന്റെ കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. നാരായണീയം എല്ലാവരും പകർത്തി എഴുതുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ 27ാമത്തെ ദശകമാണ് എഴുതിയിരിക്കുന്നത്. പാലാഴി മദനും കൂർമാവതാരം ഒക്കെ. അപ്പൊ പുറകിലായിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കാം, ഒപ്പത്തിനൊപ്പം എത്താത്തവര്. അവരൊക്കെ ഇപ്പൊ അവധി ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം സമയം ഇരുന്നിട്ട് എഴുതാനൊക്കെ സാധിക്കുമല്ലോ. അപ്പൊ എഴുതിയിട്ട് ഒപ്പത്തിനൊപ്പം ആവാനായിട്ടൊന്ന് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ നാരായണീയത്തിന്റെ വീഡിയോയ്ക്ക്, ഇത് രാവിലെ വരുന്ന വീഡിയോയ്ക്ക് ചുവടെയായിട്ട് എത്രത്തോളം എഴുതി എത്തി എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നാരായണീയം ആരും മുടക്കണ്ട, കൃത്യമായിട്ട് ഒപ്പത്തിനൊപ്പം എഴുതി എത്താനായിട്ടൊന്ന് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ കാൽഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ. 27ാമത്തെ ദശകമായില്ലോ. ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായാലും തീർച്ചയായിട്ടും അത് എഴുതാനായിട്ടും സാധിക്കും. അപ്പൊ നാരായണിയൊക്കെ പകർത്തിയത് എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇന്നത്തെ അലങ്കാരവും കൂടെ ഇതിന് ചുവടെയായിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ.